പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം ചാടിയവർക്കെതിരെ നിലപാട് കടുപ്പിച്ചു കോൺഗ്രസ്. തൃശൂർ മറ്റത്തൂരിൽ ബിജെപിയുമായി ചേർന്ന് ഭരണം പിടിച്ച 8 പാർട്ടി അംഗങ്ങളുടെയും രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും. കാസർഗോഡ് പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെപിസിസി നേതൃത്വത്തിന് പരാതി നൽകി. കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിൽക്കുകയും ബിജെപി അംഗം വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ ധാരണ ഉണ്ടാക്കിയെന്നുമാണ് ഉണ്ണിത്താന്റെ ആരോപണം. അതിനിടെ കോട്ടയം കുമരകത്ത് വിപ്പ് ലംഘിച്ച UDF സ്വതന്ത്രന് വോട്ട് ചെയ്ത അംഗങ്ങൾക്കെതിരെ ബിജെപിയും നടപടിയെടുത്തേക്കും. വിവരങ്ങളുമായി ഷബാസ് അഹമ്മദും സിനോസ് തോമസുമാണ് ചേരുന്നത്. ആദ്യം ഷബാസ് അഹമ്മദിലേക്ക്. ഷബാസ്, മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ നിലപാട് തന്നെ വലിയ പ്രതിസന്ധി, കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് പാർട്ടിയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ബിജെപി ബന്ധം ആരോപിച്ച് CPM ഇപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു സാഹചര്യമാണ്. ഉടനടി ഒരു നടപടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമോ ഷബാസ്? ആര്യ, ഇന്നലെ വലിയൊരു ട്വിസ്റ്റായിരുന്നു ഈ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നത്. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥികളായി വിജയിച്ച 8 അംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജിവെച്ച് ബിജെപിയെ ഭരണത്തിലേറ്റാൻ സഹായിക്കുകയായിരുന്നു. വിധത്തിൽ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ നീക്കമായിരുന്നു ഇന്നലെ മറ്റത്തൂരിലെ 8 UDF അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് വിജയിപ്പിച്ച് ജനപ്രതിനിധികളാക്കിയവർ ഈ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും വലിയ പ്രതിസന്ധിയിലാക്കി എന്നതാണ് അവിടുത്തെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്. അതിൽ വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. 8 കൗൺസിലർമാരും രാജിവെക്കണമെന്ന് കോൺഗ്രസ് ഇന്ന് ആവശ്യപ്പെട്ടേക്കും. കാരണം കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ നീക്കമാണ് 8 കൗൺസിലർമാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവരെ ഇന്നലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം പാർട്ടിയിൽ 2 ജില്ലാ നേതാക്കന്മാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഈ മെമ്പർ സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ കൗൺസിൽ സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത്. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെയാണ് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. ബിജെപിയുമായി സഖ്യം ചേർന്ന് പഞ്ചായത്തിൽ ഭരണം പിടിച്ചതിൽ കോൺഗ്രസ് നേതൃത്വത്തിനാകെ വലിയ അതൃപ്തിയുണ്ട്. ഒപ്പം അവിടെയുള്ള ഇടതുപക്ഷമാകെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. ആര്യ, ശരി, മറ്റത്തൂരിലെ വിശദാംശങ്ങളാണ് ഷബാസ് അഹമ്മദ് നൽകിയത്. സിനോജ് തോമസ് കൂടി ചേരുന്നു. സിനോജ്, പെരിയയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതിയിൽ വിട്ടുനിന്ന കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ഉടനുണ്ടാകുമെന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആര്യ, കീർത്തന, നടപടി പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. KPCCക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി നൽകിയിട്ടുണ്ട്. കാരണം മറ്റന്നാളാണ്, തിങ്കളാഴ്ചയാണ്, നാളെയാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. കാരണം ഇന്നലെ UDFന്റെ അംഗങ്ങളും BJPയുടെ ഒരു അംഗവും വിട്ടു നിന്നതുകൊണ്ട് കോറം തികഞ്ഞിരുന്നില്ല. അങ്ങനെ അധ്യക്ഷ പദവി തെരഞ്ഞെടുക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ഈ പ്രസിഡന്റ് സ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം മാത്രമായിരിക്കും നടപടിയിലേക്ക് പാർട്ടി പോവുക. കാരണം പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്ന് പറയുന്നത് പെരിയ ഇരട്ടക്കൊലപാതകം, ശരത് ലാലിന് കൃപേഷിന് ഇരട്ടക്കൊലപാതകത്തിന് ശേഷം UDFന് കിട്ടിയ ഒരു പഞ്ചായത്താണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്നത്. അതായത് തുല്യ സീറ്റുകൾ LDFന് UDFന് ലഭിച്ചു, BJPക്ക് ഒരു സീറ്റ് ലഭിച്ചു. ഇന്നലെ UDFന് അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി എത്തിയില്ല. ആ ഘട്ടത്തിലാണ് BJP അംഗവും മാറി നിന്നത്. അങ്ങനെയാണ് കോറം തികയാതെ വന്നത്. ആ ഘട്ടത്തിൽ CPM ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് BJP ഒത്തുകളിയാണെന്നാണ് ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താനും ആ ആരോപണം ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് പാർട്ടിക്കുള്ളിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അതായത് ജില്ലയിൽ നിന്നുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ നിലപാടാണ് ഇവിടുത്തെ അംഗങ്ങൾ വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അത് KPCCക്കും ജില്ലാ നേതൃത്വത്തിനും രാജ്മോഹൻ ഉണ്ണിത്താൻ രേഖാമൂലം തന്നെ പരാതിയായി നൽകുകയും ചെയ്തിരുന്നു. അതായത് ഒരു പ്രസിഡന്റ് ആദ്യം തീരുമാനിക്കുന്നു, അവസാന നിമിഷം അയാളെ വെട്ടി മറ്റൊരാളെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ശ്രമിച്ചു തുടങ്ങിയ പരാതികളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് UDFന്റെ അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന നേതൃത്വം ഇത് ഗൗരവമായി കാണുന്നുണ്ട്. ഏതായാലും നാളെ നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ നേതൃത്വം ഒരു നിലപാട് സ്വീകരിക്കുക. കാരണം തുല്യ കക്ഷികളാണ് അവിടെ ഉള്ളത്. 9 വോട്ടുകളാണ് LDFന് UDFന് ലഭിച്ചിരിക്കുന്നത്. തുല്യ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാളത്തെ കാര്യം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും തുടർ നടപടി പാർട്ടി സ്വീകരിക്കുകയും ചെയ്യുക. ആര്യ, കീർത്തന. ഓക്കെ, സിനോജ്, അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷമാകും ഒരുപക്ഷെ നടപടി ഉണ്ടാകുക. സിനോജാണ് വിവരങ്ങൾ നൽകിയത്.